വെൽക്കം ടു മെട്രോ മാറ്റിനി. ഇൻഡസ്ട്രിയിൽ ഏറെക്കാലമായി കേൾക്കുന്ന ഒരു വാർത്തയാണ് തൃഷ കൃഷ്ണയും നയൻതാരയ്ക്കും ഇടയിൽ കടുത്ത ശത്രുതയുണ്ട് എന്നുള്ളത്. ഇവർക്കിടയിലെ ഈഗോ ക്ലാഷ് കാരണം പല സിനിമകളും സംഭവിക്കാതെ പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജവാൻ നായികയുമായി നേരിൽ കാണുമ്പോഴൊക്കെ തനിക്ക് നല്ല അടുപ്പമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഒരിക്കലും തങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നില്ല. നയൻതാര മാത്രമല്ല, മറ്റൊരു നായികമാരുമായിട്ടും തനിക്ക് അങ്ങനെ വലിയ സൗഹൃദങ്ങളൊന്നുമില്ല എന്നതായിരുന്നു മുൻപൊരു അഭിമുഖത്തിൽ തൃഷ വെളിപ്പെടുത്തിയത്. പ്രൊഫഷണലായും പേഴ്സണലായും നയൻതാരയും തൃഷയും അത്ര രസത്തിലല്ല പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ, സൂചനകളാണ് ഇതോടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരിൽ കണ്ടാൽ മുഖത്ത് പോലും നോക്കാത്തത്ര ശത്രുതയിലാണ് ഇരുവരും എന്ന് വരെ പ്രചരിക്കുന്ന കാലമുണ്ടായിരുന്നു. ഒന്നിച്ച് അഭിനയിക്കാനുള്ള അവസരം വന്നപ്പോൾ പോലും ഇരുവരും അത് സ്വീകരിക്കാതിരുന്നതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. വിഘ്നേഷ് ശിവൻ ചിത്രത്തിലേക്ക് ഇരുവരെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം തൃഷ പിൻവാങ്ങുകയായിരുന്നു. പിന്നീടാണ് ആ വേഷം സാമന്തയിലേക്ക് പോയത്. അഭിമുഖങ്ങളിലെല്ലാം തൃഷയോട് നയൻതാരയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇരുവരും സ്വരച്ചേർച്ചയിൽ അല്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടയിൽ നൽകിയിരിക്കുന്ന അഭിമുഖങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളിലും അഭിമുഖങ്ങളിലും ഇപ്പോഴും ശ്രദ്ധ നേടാറുള്ള ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്കിടയിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പലപ്പോഴും അവർ പ്രതികരിക്കാറുള്ളത്. വർഷങ്ങളായി ഈ മേഖലയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ് നയൻതാര. ഞങ്ങൾക്കിടയിലെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് മീഡിയാസ് മാത്രമാണ്. ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പ്രൊഫഷണൽ ആയിരുന്നില്ല, പേഴ്സണൽ മാത്രമായിരുന്നു. മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൂടെ അത് വഷളായി എന്നുള്ള സംശയമേ ഉള്ളൂ. കുറെ കാലം ഞങ്ങൾ കണ്ടാൽ സംസാരിക്കുക പോലുമില്ലായിരുന്നു, പക്ഷെ വഴക്കിട്ടിട്ടില്ല എന്നാണ് പലപ്പോഴും അവർ പ്രതികരിച്ചത്. എന്നും ഞങ്ങൾക്കിടയിലുള്ള പരസ്പര ബഹുമാനം അത് അവിടെ ഉണ്ടായിരുന്നു. സിനിമയുടെ കാര്യത്തിൽ മത്സരിക്കുമ്പോഴും പരസ്പര ബഹുമാനത്തോടെയുള്ള മത്സരമായിരുന്നു. മുൻപൊരിക്കൽ നയൻസുമായുള്ള പ്രശ്നം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് തൃഷ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഇരുവരും അകൽച്ചയിലാണെന്ന് പറഞ്ഞ കാലത്തും പൊതുവേദിയിൽ ഇരുവരും ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ട സമയമുണ്ടായിട്ടുണ്ട്. അവാർഡ് വേദികളിൽ ഇരുവരും ഒരേ നിരയിൽ ഇരുന്ന ചിത്രങ്ങളും വീഡിയോകളും വൈറലായിട്ടുമുണ്ട്. ഇടക്കാലത്ത് ഇവരുടെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായി. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ, വീണ്ടും ഒന്നിച്ചു കണ്ടതിൽ സന്തോഷം, രണ്ട് താരങ്ങൾ സൂര്യോദയം ആസ്വദിക്കുന്നു എന്നൊക്കെയായിരുന്നു പേളി മണി പോലുള്ള ആളുകൾ ഇതേക്കുറിച്ച് പറഞ്ഞത്. ഈ ചിത്രം കാണുമ്പോൾ സന്തോഷം തോന്നുന്നു എന്നായിരുന്നു തൃഷയുടെ മറുപടി. നയൻതാര ആയിരുന്നു അന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേരായിരുന്നു അന്ന് ചിത്രങ്ങൾ ലൈക്ക് ചെയ്തത്. ഇരുവരും ബന്ധശത്രുക്കളാണെന്ന് പറയുന്നവർക്ക് ഇതിലും വലിയ മറുപടി വേറെ ലഭിക്കാനുണ്ടോ എന്നായിരുന്നു ആരാധകരുടെ തിരിച്ചുള്ള ചോദ്യം. തൃഷയുമായി എനിക്ക് അങ്ങനെ സൗഹൃദമൊന്നുമില്ല, പരിചയക്കാരാണ് എന്ന് മാത്രം. സ്ത്രീകൾ സ്ത്രീകളുമായി ഇണങ്ങില്ല എന്നതുപോലെയാണ് ഞങ്ങളും എന്ന് തോന്നുന്നു. തൃഷയുമായോ മറ്റാരുമായോ തനിക്ക് ഒരു വിഷയവുമില്ല എന്ന് നയൻതാര മുൻപ് പറഞ്ഞത് ശ്രദ്ധേയമാണ്. പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നുമാണ് അവർ പറഞ്ഞത്. നേരത്തെ നല്ല സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും ഇടയ്ക്ക് വെച്ച് പിണങ്ങിയിരുന്നു. ഇൻഡസ്ട്രിയിൽ തന്നെയല്ലേ, അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അങ്ങനെ കുറച്ചു കാലം പിണങ്ങി നിൽക്കേണ്ടി വന്നു. എന്നാൽ എനിക്ക് അവരുമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഞാൻ മാത്രം വിചാരിച്ചാൽ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനാവില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. പിന്നീട് ഒരിക്കൽ ഫിലിം ഫെയർ വേദിയിലെത്തിയപ്പോൾ തൃഷ നയൻതാരയോട് നേരിട്ട് സംസാരിക്കുന്നതും ശ്രദ്ധയാകർഷിച്ചു. അവർ ഇങ്ങോട്ട് വന്നാണ് അന്ന് സംസാരിച്ചത്. അങ്ങനെ ചെയ്തതിൽ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ് നടിയുടെ പ്രതികരണം. അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല ഇതൊന്നും അന്നത്തെ അഭിമുഖത്തിൽ നയൻതാര പറയുന്നത് വലിയ രീതിയിൽ വൈറലായി. അതേസമയം ഈ തൃഷയ്ക്കെതിരെ നിരവധി വിവാദങ്ങളുണ്ട്. ഏറെക്കാലമായി വിജയ് തൃഷയും പ്രണയം എന്ന തരത്തിലുള്ള ഗോസിപ്പുകളും സോഷ്യൽ മീഡിയയിൽ ഉടനീളം പ്രചരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഭർത്താവിന് ഒരു നടിയുമായി അടുപ്പം എന്ന പരാതിയുമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത സ്വർണലിംഗ വിവാഹ മോചന ഹർജി സമർപ്പിച്ചത്. അതോടുകൂടെ വർഷങ്ങളായി പ്രചരിക്കുന്ന ഡേറ്റിംഗ് കിംവദന്തികൾക്ക് ശക്തി പ്രാപിച്ചു. ഭാര്യയും മക്കളും പോലും പങ്കെടുക്കാത്ത സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷയുടെ സാന്നിധ്യം, തൃഷ എത്തിയപ്പോഴുള്ള വിജയുടെ കുടുംബത്തിന്റെ സന്തോഷം, ഇതൊക്കെ വലിയ വിവാദമായി. തൃഷ തമിഴ് സിനിമയിൽ വന്നിട്ട് 28 വർഷങ്ങൾ. ആദ്യ സിനിമ എന്ന് വിളിക്കാവുന്ന ജോഡിയിൽ സിമ്രാന്റെ കൂട്ടുകാരിയുടെ വേഷം. പ്രശാന്ത് ആയിരുന്നു നായകൻ. ഗായത്രിയുടെ സുഹൃത്ത് എന്നതിലുപരി ഒരു പേര് പോലും ഇല്ലാതിരുന്ന കഥാപാത്രം. ഇത് കഴിഞ്ഞ് 3 വർഷം കൂടി പിന്നിട്ടതും തൃഷ ആദ്യമായി നായികയായ സിനിമ മൗനം പേസിയതേ
പുറത്തു വന്നു. ആദ്യ ചിത്രത്തിൽ നായകനായത് സൂര്യ. തൃഷയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കറുപ്പ് എന്ന സിനിമയിലും സൂര്യ തന്നെയാണ് നായകൻ എന്നത് തീർത്തും യാദൃശ്ചികം. അന്നത്തെ പോലെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുകയോ പ്രതിഫലം പറ്റുകയോ ചെയ്യുന്ന നടിയല്ല തൃഷ കൃഷ്ണ ഇപ്പോൾ. തുടക്കത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്ന അവർ കേവലം 500 രൂപയ്ക്കൊക്കെയാണ് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇന്ന് തമിഴകത്ത് ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന നടി എന്ന ക്രെഡിറ്റ് നയൻതാരയ്ക്കാണ്. 10 കോടി രൂപയാണ് നയൻതാര ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത്. തൃഷയും അതേ നിലയിൽ തന്നെ ഏകദേശം ഉണ്ട്. രണ്ടാം വരവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പൊന്നിയിൻ സെൽവന് ശേഷമുള്ള കാലഘട്ടത്തിന് തൃഷ അവരുടെ കരിയറിന്റെ ആദ്യ പകുതിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പൊന്നിയിൻ സെൽവൻ 2 ഭാഗങ്ങളിലും തൃഷയുടെ പ്രകടനം മികച്ചതായിരുന്നു. അതിനുശേഷം വിജയുടെ ഒപ്പം അവർ ലിയോയിലും വേഷമിട്ടിട്ടുണ്ട്. വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും തൃഷയുടെ സാന്നിധ്യം ശ്രദ്ധയാകർഷിച്ചതാണ്. അച്ഛനും അമ്മയും വന്നതിന് പുറമെയാണ് തൃഷയുടെ കടന്നുവരവ്. സിനിമയിൽ എത്തിയതിന്റെ 20 വർഷങ്ങൾ പിന്നിട്ട സാഹചര്യത്തിൽ തൃഷ എണ്ണം പറഞ്ഞ നടിമാരിൽ ഒരാളായി മാറിയതിന്റെ സാഹചര്യം. നടൻ കമൽഹാസന്റെ നായികയായി അഭിനയിച്ചു കഴിഞ്ഞ തൃഷ ഇനി കമലും രജനിയും ഒന്നിച്ച് വേഷമിടുന്ന ചിത്രത്തിന്റെ ഭാഗമായേക്കും എന്നുള്ള സൂചനയുമുണ്ട്. ഇതോടുകൂടിയാണ് തൃഷ പ്രതിഫലം ഉയർത്തി എന്ന റിപ്പോർട്ടും പുറത്തു വന്നത്. ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജയന്റ് മൂവീസ് നിർമ്മിക്കുന്ന ചിത്രമാണ് ഇത്. ഇതിൽ നായികയായതിനാൽ തൃഷ കൃഷ്ണന് ഏകദേശം പ്രതിഫലമായി 12 കോടി രൂപ ഓഫർ ചെയ്തു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടുകൂടെ തൃഷ പ്രതിഫലം 12 കോടിയിലേക്ക് ഉയർത്തി എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയായാൽ തമിഴകത്തെ ഏറ്റവും വലിയ പ്രതിഫലം കൈപ്പറ്റുന്ന നടിയെ തൃഷ മാറും. തൃഷ വിജയുടെ പാർട്ടിയായ TVKയുടെ സ്ഥാനാർത്ഥിയായാൽ പ്രതിപക്ഷ നേതാവായ ഉദയനിധി വച്ചു നേടുന്ന പ്രതിഫലം കൈപ്പറ്റുമോ എന്നുള്ള സംശയവും നിലവിലുണ്ട്. ഈ സിനിമയ്ക്ക് ഒപ്പുവയ്ക്കുമോ എന്ന് തുടങ്ങിയിട്ടുള്ള മറ്റു ചില ചോദ്യങ്ങളും ഇതോടൊപ്പം വരുന്നു. എന്തായാലും തമിഴ്നാട് തിരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടി തമിഴക വെട്രി കഴകം നേടിയ ഗംഭീര വിജയത്തിന് പിന്നാലെ വിജയ് തൃഷ ബന്ധം വിജയുടെ വീട്ടിലെത്തിയ തൃഷയുടെ വിവരങ്ങൾ ഇതൊക്കെ വാർത്തകളിൽ പ്രാധാന്യമേറിയ ഒരു വിഷയമായി മാറിക്കഴിഞ്ഞതാണ്. മാധ്യമങ്ങളെ കാണാൻ നിൽക്കാതെ തൃഷ സന്ദർശിച്ചത് മടങ്ങിയ ദൃശ്യങ്ങൾ ഇപ്പോഴും വീഡിയോകളായിട്ട് വൈറലാകുന്നു. വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗ വിവാഹമോചന ഹർജി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു നടപടികൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നത് വലിയ വിമർശനങ്ങൾക്കും വഴിയൊരുക്കി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.